ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഖത്തറിലെ ദോഹ എന്ന് പറയുന്ന സ്ഥലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്, പക്ഷെ അതിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ്. ഇവിടുത്തെ ചൂട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നൊന്നര ചൂടാണ് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. അത് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു രീതിയാണ്. അതായത് നമ്മൾക്ക് ഗൾഫിൽ നിന്ന് സ്പ്രേ ബോട്ടിൽ വാങ്ങില്ലേ, ആ സ്പ്രേ ബോട്ടിൽ വാങ്ങുന്നതിൽ അതിൻ്റെ ആ ബോട്ടിലൊക്കെ ഭയങ്കര തിളക്കമായിരിക്കും, ഭയങ്കര ഡിസൈനും ആയിരിക്കും. അതുപോലെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓരോന്നും ഓരോരോ ഡിസൈനിലും ഓരോരോ മോഡലിലും ആയിരിക്കും. നമ്മുടെ പ്രവാസികൾ ഒരു മാസത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ ലീവ് കിട്ടിയാലും അവർ ഈ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് കറങ്ങി കാണുകയെന്ന് പറഞ്ഞാൽ അവരത് മാക്സിമം ഒഴിവാക്കും. കാരണം നമ്മൾ കിട്ടുന്ന പൈസ എന്തിനാ അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കളയുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരതിനെ മാക്സിമം ഒഴിവാക്കിയിട്ട് കിട്ടുന്ന പൈസ എന്തെങ്കിലുമൊക്കെ 1 രൂപ 2 രൂപ എല്ലാം മാറ്റി വെച്ച് അത് നാട്ടിലേക്ക് അയക്കാൻ ചിന്തിക്കുന്നവരെ മാക്സിമം ആൾക്കാർ. അതുകൊണ്ട് മാക്സിമം പ്രവാസികളും ഈ പുറത്തോട്ട് പോകുന്നത് ഒഴിവാക്കും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അവർക്ക് നാട്ടിലത്തേക്ക് എന്തെങ്കിലും മേടിക്കണം, അതിനുള്ള പർച്ചേസിങ്ങിന് വേണ്ടി കുറച്ച് പേരൊക്കെ പുറത്തിറങ്ങി അവർ ഓരോ കാര്യങ്ങൾ നോക്കി മേടിക്കും. വീട്ടിലുള്ള വൈഫിനും മക്കൾക്കും അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ഓരോരോ സാധനം നോക്കി മേടിക്കും. അതും മേടിച്ച് നാട്ടിൽ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ഥലത്തിലെ ഓരോ കാഴ്ചകളെ കുറിച്ചാണ്. അപ്പം കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം.